ആ പരീക്ഷയുടെ റിസൾട്ടുകളൊക്കെ വന്നു. ആ റിസൾട്ട് വന്നപ്പോൾ 2-3 വിഭാഗം കുട്ടികളുണ്ടത്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാർക്കൊക്കെ വാങ്ങി, ഒരുപാട് A+കളൊക്കെ വാങ്ങി, ജനങ്ങൾക്കിടയിൽ പ്രശംസ ഏറ്റുവാങ്ങി സന്തോഷത്തോടു കൂടി കഴിയുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലഭിക്കേണ്ടുന്ന മാർക്ക് ലഭിക്കാതെ നിരാശപ്പെട്ടുകൊണ്ട് കഴിയുന്നവരാണ്. മൂന്നാമത്തെ വിഭാഗം പരാജയപ്പെട്ടവരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ നമ്മൾ പ്രശംസിക്കുന്നു, അൽഹംദുലില്ലാഹ്, സന്തോഷം. എന്നാൽ അതോടൊപ്പം തന്നെ ആ വിജയത്തിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മക്കളുണ്ട്. ആ മക്കളെയും നമ്മൾ ചേർത്തു പിടിക്കണം. അവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരുടെ ചില കുറവുകൾ കൊണ്ടാണ് അവർക്ക് മാർക്ക് ലഭിക്കാതെ പോയത്. അവർക്ക് അറിവുകളൊക്കെ ഉണ്ട്, പക്ഷേ അറിവ് രേഖപ്പെടുത്തുന്നിടത്ത് വന്നിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണ്.